ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ എന്നൊരു ക്വിക്ക് വീഡിയോ എടുക്കാനാണ് വന്നിരിക്കുന്നത്. വിഷയം വേറൊന്നുമല്ല. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും യൂട്യൂബിൽ കൂടെ ഇങ്ങനെ പല കോണ്ടൻറ് ക്രിയേറ്റേഴ്സിനെയും കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ നമ്മളുടെ മനസ്സിലൊരു ഒരു ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. നമ്മൾ അവരിങ്ങനെ ബോക്സ് ചെയ്ത്, ഇവരിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും, അല്ല അവരങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ആയിരിക്കും എന്നിങ്ങനെ ഒരു മൈൻഡ് വോയിസ് നമുക്ക് കാണും. ആൻഡ് ചില ആൾക്കാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരതങ്ങോട്ട് വിളമ്പും, അവരതങ്ങോട്ട് കമൻറ്റ് സെക്ഷനിൽ അങ്ങോട്ട് ഇട്ടിട്ടങ്ങ് പോവും. അത് അവർ ചിന്തിക്കാറില്ല എന്തുകൊണ്ട് അങ്ങനെ ഒരു പർട്ടിക്കുലർ വേയിൽ അവർ നിൽക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഇവർ പ്രസൻറ്റ് ചെയ്യുന്നത് എന്ന് ആഴത്തിൽ ചിന്തിക്കാനൊന്നും അവർ നിൽക്കത്തില്ല. അവരിത് കാണും, അവരത് ഇട്ടിട്ട് പോകും. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള കുറേ കോണ്ടൻറ് ക്രിയേറ്റേഴ്സ്, മലയാളി യൂട്യൂബേഴ്സ്, ഞാനിങ്ങനെ അവരുടെ കോണ്ടൻ്റൊക്കെ കാണാറുണ്ട്. അതിലെടുത്ത് പറയേണ്ട ഒരാളാണ് തനി മലയാളി എന്ന് പറഞ്ഞ ഒരു ലേഡി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ ചാനലിൽ പുള്ളിക്കാരി ഒത്തിരി വിഷയങ്ങളെ പറ്റി സംസാരിക്കാറുണ്ട്. ചിലപ്പോൾ കുക്കിംഗ് വീഡിയോസ് ഇടാറുണ്ട്, ചിലപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഇടാറുണ്ട്, കുട്ടീനെ പറ്റി ഇടാറുണ്ട്. ഇപ്പോൾ പുതിയതായിട്ടൊരു മോം ആയതുകൊണ്ട് ഷീസ് ടോക്കിംഗ് അബൌട്ട് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ആൻഡ് എവറിത്തിങ്. അതൊരു റിയൽ കണ്ടീഷനാണ്. സത്യം പറഞ്ഞാൽ അതിനെ പറ്റിയിട്ട് സംസാരിക്കാനാണെങ്കിൽ വേറൊരു വീഡിയോ തന്നെ ഇടേണ്ടി വരും. പക്ഷേ എന്നെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പുള്ളിക്കാരിയുടെ റീസെൻ്റ്ലി ഒരു ഓവർനൈറ്റ് ഓട്സ് ഇടുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. അതിനകത്ത് ഞാനിങ്ങനെ അവരുടെ കമൻറ്റ് സെക്ഷനിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കുറച്ച് പേര് ഇട്ടിരിക്കുന്നതാണ്. അതിങ്ങനെ ഒരു കമൻറ്റിന് ശേഷം അതേപോലത്തെ ഫോർമാറ്റിൽ കുറേ കമൻറ്റ്സ്. നമ്മളുടെ ഒക്കെ ഫ്രിഡ്ജ് കാണണം, ഇതൊക്കെ സ്വപ്നങ്ങളുടെ ഫ്രിഡ്ജ് മാത്രം. നമ്മളുടെ ഒക്കെ ഫ്രിഡ്ജിലാണെങ്കിൽ എന്താ പൊളിച്ച മാവിൻ്റെയും പിന്നെ പകുതി അഴുകിയ ഫ്രൂട്ടിൻ്റെ ഒക്കെയാണ് ഇരിക്കുന്നത്. അപ്പം ഞാനത് കണ്ടപ്പോഴത്തേക്കും എനിക്കെന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ പിന്നെ ഡേർട്ടി ലോണ്ടറി നിങ്ങൾ എന്തിനാണ് അത് എയർ ചെയ്യുന്നത്? വൈ ഡു യു എയർ യുവർ ഡേർട്ടി ലോണ്ടറി ഔട്ട് ഇൻ ദ പബ്ലിക്? ബാക്കിയുള്ളവർ കാണുമ്പോൾ നിങ്ങളെപ്പറ്റി എന്താ വിചാരിക്കുന്നത്? നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം യു ആർ ജസ്റ്റ് കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് എ ലേഡി ഹൂ ഇസ് ഫസ്റ്റ് ഓഫ് ഓൾ ഷീ ഹെർസെൽഫ് ഹാസ് ടോൾഡ് അവർക്ക് OCD ഉണ്ടെന്ന്. അതിന് പോരാഞ്ഞിട്ട് അവർ നിൽക്കുന്നത് ഇന്ത്യയിലല്ല, വേറൊരു കൺട്രിയിലാണ് നിൽക്കുന്നത്. അത് മാത്രം പോരാഞ്ഞിട്ട് അവരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ് ഫ്രിഡ്ജ് എങ്ങനെ വെക്കുക എന്നുള്ളത്. ഓക്കെ, എനിക്ക് തോന്നിയിട്ടുള്ളത് ഷീ ഈസ് എ റിയലി ഹാർഡ് വർക്കിംഗ് പേഴ്സൺ. കാരണം വീഡിയോയ്ക്ക് വേണ്ടി ഇടാൻ വേണ്ടി മാത്രം ആയിരിക്കില്ല പുള്ളിക്കാരി അങ്ങനെ വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം നമ്മളിവിടുത്തെ പിന്നെ നാട്ടിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ ഇവിടോട്ട് വരുമ്പോഴത്തേക്കും, ഞാൻ എൻ്റെ പേഴ്സണൽ സ്റ്റോറി പറയണം, ഞാൻ ആരെയും ഇവിടെ കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയട്ടെ. പേഴ്സണലി എൻ്റെ ഗ്രൂമിങ് ആണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും പിന്നെ ഹൈജീൻ ആണെങ്കിലും പിന്നെ എൻ്റെ കിച്ചണിലുള്ള എൻ്റെ ബിഹേവിയർ ആണെങ്കിലും ഒക്കെ ഒരു 2x അല്ലെങ്കിൽ 3x ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട്. അതിന് ഞാൻ ഡ്യൂ ക്രെഡിറ്റ് ഇവിടുത്തെ കൺട്രിയിൽ ഇവിടെ ഉള്ള ആൾക്കാരോടും ഈ കൺട്രീനോട് ഞാൻ ഒത്തിരി കടപ്പെട്ടിരിക്കും. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഇന്ത്യൻസിന് പൊതുവെ, അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, ഇന്ത്യൻസിന് പൊതുവെ ഇച്ചിരി വീട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിലും വൃത്തിയിലും കുറച്ച് കുറവുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും, കമ്പയർഡ് ടു അതർ പീപ്പിൾ. കേട്ടോ, അത് നമ്മൾ അക്നോളജ് ചെയ്യേണ്ട കാര്യം നമ്മൾ അക്നോളജ് തന്നെ ചെയ്യണം. അപ്പം പുറത്തോട്ട് വരുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ള നാഷണാലിറ്റി ഉള്ള ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു കാര്യം സബ് കോൺഷ്യസ്ലി നമുക്ക് മനസ്സിലാവുകയും നമ്മൾ അതിനനുസരിച്ച് നമ്മളെ വീട് കുറച്ചുകൂടെ വൃത്തിയാക്കി വെക്കാനും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനും ഒക്കെ നമ്മൾ കുറേ ട്രൈ ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളിക്കാരി OCD ആയതുകൊണ്ട് മാത്രമോ അല്ലെങ്കിൽ ഒരു കണ്ടൻറ് ക്രിയേറ്റർ ആയതുകൊണ്ട് മാത്രമോ അല്ല. പുള്ളിക്കാരി ഈസ് എ സോഷ്യൽ പേഴ്സൺ ആൻഡ് ഷീ ഹാസ് ഗോൺ ഔട്ട്, ഷീ ഈസ് ലിവിങ് ഇൻ നെതർലാൻഡ്സ്. ബാക്കിയുള്ളവരുടെ വീട് എങ്ങനെയാണ് വെക്കുന്നതെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുള്ള ആ ഒരു നോളജ് പുള്ളിക്കാരി നല്ലതായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ നമ്മളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒന്നുമല്ല ഫ്രിഡ്ജിൻ്റെ കണ്ടീഷനൊന്നും, ഫ്രിഡ്ജാണേലും കിച്ചൺ ആണേലും ഒക്കെ. പിന്നെ ഇതിൽ പുള്ളിക്കാരിക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും, കാരണം പുള്ളിക്കാരി ഉണ്ടാക്കുന്ന ഫുഡ് എളുപ്പത്തിൽ 10 മിനിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന പോലത്തെ ഫുഡാണ്.
അപ്പം വേറൊരു ടൈപ്പ് ഓഫ് കമൻറ്റ്സ് ഞാൻ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓ നമുക്കൊക്കെ പുട്ടും കടലയും കഴിച്ചാലേ അങ്ങോട്ട് ഇതാവത്തുള്ളൂ, ഇതൊക്കെയാണോ കഴിക്കുന്നത്, ഇതൊക്കെ ഒരു സ്നാക്കല്ലേ, ഈ സ്മൂത്തിയൊക്കെ കഴിച്ചാൽ എങ്ങനെ വയറ് വീർക്കാനാന്നൊക്കെ ഉള്ള കുറേ കമൻറ്റ്സ് കാണുമ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വരുന്നത്. കാരണം നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ കംപ്ലീറ്റ്ലി മറക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ നിൽക്കുന്ന കൺട്രിയുടെ ടെമ്പറേച്ചർ എന്താണോ, ഇവർ നിൽക്കുന്ന കൺട്രിയുടെ ക്ലൈമറ്റ് എന്താണെന്നോ, നിൽക്കുന്ന കൺട്രിയുടെ പിന്നെ ആ മൊത്തത്തിലുള്ള ഒരു കൾച്ചർ എങ്ങനെയാണോ എന്നുള്ള കാര്യം നിങ്ങൾ കംപ്ലീറ്റ്ലി മറന്നു പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഒരു സ്ക്രീനിൽ നിന്നിട്ട് നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ നിന്ന് സ്ക്രോൾ ചെയ്ത് പോകുമ്പം ആഹാ ഇങ്ങനെ ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ തിരിച്ച് പിന്നെ ലാഫിങ് ഇമോജി ഇടും എന്നുള്ള ഒരു രീതിയിലാണ് നിങ്ങളുടെ പോക്ക്. പക്ഷേ നിങ്ങൾ മറന്നു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആരെയും ജഡ്ജ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളൊന്ന് ആലോചിക്കുക. ഇപ്പം ഞാനാണിപ്പോൾ വേറൊരു കൺട്രിയിൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ അവിടുത്തെ സാഹചര്യം അനുസരിച്ചല്ലേ എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ചിന്തിക്കത്തില്ല. ഇപ്പം നമുക്ക് നാട്ടിലാണെങ്കിൽ പിന്നെ തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത കടയിൽ പോയിട്ടൊന്ന് ഫ്രഷ് തേങ്ങ നമുക്ക് പൊട്ടിച്ച് കിട്ടും. ഇവിടെ ആണെങ്കിൽ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് എല്ലാം ഫ്രോസൺ തിങ്സാണ് കിട്ടുന്നത്. അപ്പോൾ കൂടുതൽ നമ്മൾ കുക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു ചമ്മന്തി ആണെങ്കിൽ കൂടെ നമ്മളതിനെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ. ഇപ്പോൾ ഒരു കറിവേപ്പിലാണെങ്കിൽ കൂടെ, ഞാൻ തന്നെ ഒരു കറിവേപ്പിലാണെങ്കിൽ കൂടെ ഒരു പാക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഫ്രീസറിൽ ഇട്ട് വെക്കാറുണ്ട്. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും ഒത്തിരി പേര് ചെയ്യുന്നത്. അതൊക്കെ അവർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ട് ചെയ്യുന്നതല്ല, അവർ ഫ്രഷായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പം പലപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ മൈക്രോവേവിലിട്ട് ചൂടാക്കി കഴിക്കാനോ ഒക്കെ നമുക്ക് പറ്റത്തുള്ളൂ, സാഹചര്യം അനുവദിക്കത്തുള്ളൂ. പിന്നെ അതൊന്നും അൺഹെൽത്തി ഓപ്ഷൻസ് അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവരൊക്കെ അസുഖം വന്ന് പിന്നെ ഒരു 40 വയസ്സാകുമ്പോഴേ ചത്തു വേണ്ട അവസ്ഥയാണ്. അങ്ങനെയൊന്നും ഇവിടെ ആർക്കും പറ്റിയിട്ടുമില്ല. മൈക്രോവേവ് ചെയ്യുന്നതോ പ്രോപ്പർ ഫ്രീസിങ് പിന്നെ പാക്കേജിലാക്കി ഫ്രീസ് ചെയ്ത് വെക്കുന്നതോ ഒന്നും ഹെൽത്തിന് ദോഷമാക്കുന്ന കാര്യങ്ങളല്ല. ഇങ്ങനെയുള്ള പിന്നെ മിത്സ് നിങ്ങളുടെ തലേന്ന് എടുത്ത് മാറ്റുക. പിന്നെ മീൽ പ്രെപ്പ് എന്നുള്ളത് ഇവിടെ വർഷങ്ങളായിട്ട് കാലാകാലങ്ങളായിട്ട് ആൾക്കാർ ഫോളോ ചെയ്ത് വരുന്നൊരു കാര്യമാണ്. ഇപ്പം യൂട്യൂബിലൊക്കെ അത് വൈറലായതിനു ശേഷമാണ് പലരും നാട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പം മീൽ പ്രെപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓവർനൈറ്റ് ഓട്സും സ്മൂത്തീസും ഒക്കെ വെക്കുന്നത്. അപ്പം ഇതിനകത്ത് ആഡ് ചെയ്യുന്ന നട്ട്സ്, ഓട്സ്, പിന്നെ എന്താണ് പ്രോട്ടീൻ പൗഡറൊക്കെ ഭയങ്കര ഫില്ലിംഗ് ആണ്. നമുക്ക് കാണുമ്പോൾ ഒരു ഗ്ലാസ് മാത്രമേ തോന്നത്തുള്ളൂ. പക്ഷേ അതിനകത്ത് കാലറി ആണെങ്കിലും അതിനകത്ത് കണ്ടൻറ് ആണെങ്കിലും ഭയങ്കര ഫില്ലിംഗ് ആണ്. അത് നമുക്ക് കഴിക്കുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അവിടെ ഇരുന്ന് ജഡ്ജ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. പിന്നെ വേറൊരു കാര്യം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എനിക്ക് പറയാനുള്ളത്, എൻ്റെ ബോഡിയിൽ തന്നെ ഞാൻ ഒബ്സർവ് ചെയ്ത ചേഞ്ചാണ്. അതായത് നമ്മൾ നാട്ടിലെ ഈ എരിവും പുളിവും അധികമായിട്ടുള്ള ഫുഡ്, നമ്മൾ നാട്ടിൽ പൊതുവേ ഉപ്പിൻ്റെ കണ്ടൻറ്റ് കുറച്ച് കൂടുതലായിട്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള കണ്ടൻറ്റുള്ള ഫുഡ് നമുക്ക് ഇവിടെ കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഇൻഡൈജഷൻ സ്വാഭാവികമായിട്ടും വരുന്നതാണ്. എൻ്റെ ബോഡിയിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളൊരു ബിരിയാണിയൊക്കെ വാങ്ങിച്ച് കഴിക്കുകയാണെന്നുണ്ട്, നല്ലൊരു ഹെവി ബിരിയാണിയൊക്കെ വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം നമുക്ക് വിശക്കത്തേയില്ല, നമുക്ക് കഴിക്കാനേ പറ്റത്തില്ല. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവിടെയൊക്കെ ഈ രാത്രി 9 മണിയായാലും ഒക്കെ ചിലപ്പം സൂര്യൻ കാണും, എന്നിട്ടായിരിക്കും അസ്തമിക്കുന്നുണ്ടാവുക. അപ്പം ആൾക്കാരങ്ങ് ഈവനിങ് വാക്ക് എന്ന് പറഞ്ഞ് നടക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ഒരു അരമണിക്കൂർ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തളരും, ക്ഷീണിക്കും നമ്മൾ കണ്ടിന്യൂസ്ലി നടന്നു കഴിഞ്ഞാൽ. ഇവിടെയൊക്കെ ഒരു 1.5-2 മണിക്കൂറൊക്കെ നമുക്ക് വേണേൽ ഒരു ലോങ് വാക്കോ അല്ലെങ്കിൽ ഇച്ചിരി വിശ്രമിച്ചിട്ട് നടക്കാനോ അല്ലെങ്കിൽ വൈകിട്ട് ഇറങ്ങി വർക്കൗട്ട് ചെയ്യാനോ പോയിട്ട് വന്നാലും നമ്മളങ്ങ് കിതച്ച് പോകുന്ന രീതിയിലൊന്നും നമ്മളങ്ങനെ ഇതാവത്തില്ല, ടയേർഡാവത്തില്ല. ഇവിടുത്തെ ക്ലൈമറ്റും ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഓരോ രാജ്യത്തെയും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തെയും ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും, ഇപ്പോൾ വീട്ടിൻ്റെ കാര്യം തന്നെ എടുക്കട്ടെ. നിങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഇതൊക്കെ ഒന്ന് വെച്ചൂടെ, പുട്ടും കടലയും വെച്ചൂടെ, അപ്പം മുട്ടക്കറിയും വെച്ചൂടെ. ഈ സംഭവങ്ങളൊക്കെ കുക്ക് ചെയ്യുന്നത് ഒരു വശം, ഇതിൻ്റെ മറുവശമുണ്ട്. ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ല് വീട്ടിനകത്ത് തന്നെ നിൽക്കും. കാരണം ഇവിടങ്ങളിലെ വീട്, ഇപ്പോൾ UK ആണെങ്കിലും നെതർലാൻഡ്സ് ആണെങ്കിലും പിന്നെ ഫ്രാൻസ് ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും ഒക്കെ ഈ വീട്ടിനകത്ത് എയറിനെയും ഹീറ്റിനെയും ട്രാപ്പ് ചെയ്ത് വെക്കാനുള്ള സിസ്റ്റമാണ് ഇതിനകത്ത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന വീട്ടിലാണെങ്കിലും തന്നെ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള ഇതുണ്ട്. ഇപ്പോൾ 20 ഡിഗ്രീസ് വേണോ 25 ഡിഗ്രീസ് വേണോ, വീട് മൊത്തത്തിൽ സെൻട്രലൈസ്ഡ് ഹീറ്റിംഗ് ആണ്. അപ്പം ഈ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അവർ ഹീറ്റ് മാക്സിമം ട്രാപ്പ് ചെയ്ത് വെക്കും. നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ ഈ വിൻഡോ സില്ലിൻ്റെ മേലിലുള്ള വെൻറ്റിലേറ്റേഴ്സ് ഇവിടെ ഇല്ല. അപ്പോൾ ഈ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ദോ എക്സോസ്റ്റ് ഫാനൊക്കെ ഉണ്ടെങ്കിലും
നമ്മൾ എന്തെങ്കിലും ഒരു കറിയോ ഒന്നും വേണ്ട, ഒന്ന് താളിപ്പിന് വേണ്ടിയിട്ടൊന്ന് കടുക് വറുത്താൽ പോലും അതിൻ്റെ സ്മെല്ല് ഇവിടെ വീട്ടിനകത്ത് മൊത്തം നിൽക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒരു 2 വട്ടം ചിന്തിക്കും. നമ്മളെന്തെങ്കിലും ഒരു കറിയോ എന്തെങ്കിലും മുട്ടക്കറി ആണെങ്കിലും ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ. ഞാനൊക്കെ ആണെങ്കിൽ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്നേരം തന്നെ അത് തണുത്ത് ഗ്യാസിൽ നിന്ന് എടുത്ത് മാറ്റി തണുത്ത് കഴിഞ്ഞ് ഉടനെ ഒരു കണ്ടെയ്നറിലാക്കി ഞാൻ ഫ്രീസ് ചെയ്ത് വെക്കും. എന്നിട്ട് ആ കിച്ചൺ മൊത്തം ഹോബ് മൊത്തം ഞാൻ ജസ്റ്റ് സാനിറ്റൈസ് മാത്രമല്ല ചെയ്യുന്നുണ്ടാവുക, ഈ മറ്റേ എസെൻഷ്യൽ ഓയിലിൻ്റെ ക്ലീനിങ് ലിക്വിഡ്സ് വാങ്ങിക്കാൻ കിട്ടും, അത് വെച്ച് ക്ലീൻ ചെയ്യും. കാരണം ഈ സ്മെല്ല് നിന്നാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തുണിയിൽ മൊത്തമാവും. ആ തുണിയിലാണെങ്കിലും നമ്മളവിടെ എന്തെങ്കിലും സൈഡിൽ ടവലോ എന്തെങ്കിലും വെച്ചിരിക്കുകയാണെങ്കിൽ അതിൽ മൊത്തം ഈ എന്താണ് എൻ്റെ സ്മെല്ലാവും എന്നുള്ളതാണ്. എന്നാൽ നമുക്കത് പുറത്തിറങ്ങുമ്പോഴത്തേക്കും ബാക്കിയുള്ള ആൾക്കാർക്ക് അത് പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റും, എന്താണ് ഇങ്ങനെ ഒരു സ്മെല്ലുണ്ടെന്നുള്ളത്. കാരണം നമ്മുടെ വീട്ടിനകത്ത് ഇപ്പം വീട്ടിനകത്ത് നിങ്ങൾ കുറച്ച് നേരം എസെൻഷ്യൽ ഓയിൽസിൻ്റെ ഡിഫ്യൂസർ വെച്ചാൽ ആ വീട്ടിനകത്ത് മൊത്തം സ്പ്രെഡ് ആവില്ല. അതേപോലെയാണ് ഈ കറിയുടെ സ്മെല്ലാവുന്നത്. അത് ബാക്കിയുള്ള നാഷണാലിറ്റീസിലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അപ്പം നമ്മളങ്ങനെ എംബാരസ്ഡ് ആവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ഭയങ്കര കെയർഫുള്ളായിട്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ വീടിനെ അത്രയും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയാലേ പറ്റത്തുള്ളൂ. അപ്പം ഈ കമൻസ് ഇടുന്ന ആൾക്കാർക്കും പിന്നെ ഈ പറഞ്ഞു ചിരിക്കുന്ന ആൾക്കാരാണല്ലോ, ഇതുപോലെ വേറൊരു കണ്ടൻറ് ക്രിയേറ്റർ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, അവരുടെ പേര് ജയ എന്നാണ്. പുള്ളിക്കാരി കുക്ക് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ് കുക്ക് ചെയ്യുന്നത്. നമ്മൾ സാധാരണ നാട്ടിലെ അമ്മമാരൊക്കെ വെക്കുന്നത്, ഇപ്പോൾ ഒരു ഫുഡൊക്കെ കുക്ക് ചെയ്യാനാണെങ്കിലും വളരെ ചെറുതായിട്ടൊക്കെ ഇരുന്ന് അരിഞ്ഞ്, പിന്നെ ബീട്രൂട്ടാണേലും തോരനാണേലും പിന്നെ മെഴുക്ക് വരട്ടിക്കാണേലും ഒക്കെ അതൊക്കെ അളന്ന് മുറിച്ചൊക്കെ ആയിരിക്കും വെക്കുന്നത്. പുള്ളിക്കാരി അങ്ങോട്ട് വന്നിട്ട് സ്ലൈസറിലും മറ്റേ ഗ്രേറ്ററിലും ഒക്കെ എടുത്തിട്ടിട്ട് ചകാന്നങ്ങ് പണി അങ്ങ് തീർക്കും. അപ്പോൾ പുള്ളിക്കാരിയുടെ കമൻറ്റ് സെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. കാരണം പുള്ളിക്കാരി എനിക്കൊന്ന് ബാച്ച് കുക്ക് ചെയ്യുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ വലിയ വലിയ കണ്ടെയ്നേഴ്സിലൊക്കെയാണ് പുള്ളിക്കാരി ചെയ്യുന്നത്. ഇപ്പോൾ 1.5 കിലോ മീനൊക്കെ വാങ്ങിച്ചിട്ടായിരിക്കും മീൻ കറിയൊക്കെ വെക്കുന്നുണ്ടാവുക. അതിൻ്റെ കമൻറ്റ് സെക്ഷൻ ആണെങ്കിൽ നമ്മൾ ശരിക്കും ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാരോടാണ് നമുക്ക് ചിരി വരുന്നത്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് അവരെ ജഡ്ജ് ചെയ്യുന്നത്? അവർക്ക് ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആൾക്കാർ കാണില്ല. ഫോറിൻ കൺട്രീസിലൊക്കെ ഈ സർവൻസിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഒരു ക്ലീനിങ് ലേഡി വരുന്നുണ്ട്. അവർക്ക് 1 മണിക്കൂറത്തേക്ക് 20 പൗണ്ട്സ് എന്തോ ആണ് അവരുടെ സാലറി. അപ്പോൾ വന്നിട്ട് രാവിലെ വന്ന് ഒരു ഉച്ചയ്ക്ക് പോകുമ്പോൾ തന്നെ അവർക്ക് ഏകദേശം 150 പൗണ്ട് അങ്ങനെ പോയി കിട്ടും. ചുമ്മാ വന്നിട്ട് തുടച്ചിട്ട് പോകാനാണ്. അതാണ് അവർ ചെയ്യുന്നത്. വാക്യൂം ചെയ്ത് തുടച്ചിട്ട് പോകാനായിട്ടാണ് അവർ അത്രയും മേടിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ മോസ്റ്റ്ലി നമ്മളുടെ പണി തന്നെ നമ്മൾ ചെയ്യുന്നത്. അപ്പം അത്രയും എന്താ പറയണ്ടേ, കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് പലരും സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ ബാച്ച് കുക്കിയൊക്കെ ചെയ്യുന്നത്. ഇത് വല്ലതും നിങ്ങൾ അറിയുന്നുണ്ടോ? അറിഞ്ഞില്ലെങ്കിൽ ഇതാണ് സംഭവം കേട്ടോ. അപ്പം ഒരാളെ ജഡ്ജ് ചെയ്യുന്നതിന് മുന്നേ, ഒരാളുടെ മേലിൽ സെൻസിറ്റീവായിട്ടുള്ള കമൻറ്റ് ഇടുന്നതിന് മുന്നേ ഒന്ന് ചിന്തിക്കുക. ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ ഇത്രയും വേരിയബിൾസ് അവിടെ ഉണ്ട്, അതൊന്നും ആരും വന്ന് പറയത്തൊന്നുമില്ല. അപ്പം ഞാൻ ഈ കമൻറ്റ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇത് കുറച്ച് പേരെങ്കിലും അറിഞ്ഞിരിക്കണം. ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർ ഡെയിലി കുക്ക് ചെയ്യാത്തത്. ഡെയിലി പുട്ടും കടലയും ചോറും അപ്പവും ചമ്മന്തിയും പിന്നെ ദോശ ഉണ്ടാക്കാത്തതിൻ്റെ റീസൺ ഇതൊക്കെ ആയിരിക്കാം എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരാൾ വന്ന് അതിന് പറയുകയാണ് ഇതാണ് അതിൻ്റെ റീസൺ എന്നുള്ളത്. അതിവിടെ സസ്റ്റൈനബിൾ അല്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻസും ഇതും ഞാൻ പ്രതീക്ഷിക്കുന്നു. കമൻ്റ് ഇടുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് എൻ്റെ റെസ്പോൺസ് ഇഷ്ടപ്പെടത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ഇടാതിരിക്കുക. കാരണം എൻ്റെ അടുത്ത് റൂഡായിട്ട് കമൻറ്റ്സ് ഇടുവാണെങ്കിൽ ഞാൻ അതിനനുസരിച്ചായിരിക്കും മറുപടി തരുന്നത്. ഡു നോട്ട് എക്സ്പെക്ട് മീ ടു ബി കൈൻഡ് ഇഫ് യു ഡോണ്ട് ഡിസേർവ് ഇറ്റ്, കേട്ടോ. എൻ്റെ അടുത്ത് കമൻറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്, പക്ഷേ കീപ്പ് ഇറ്റ് റെസ്പെക്ട്ഫുൾ. ഓക്കെ, സോ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. Please like, subscribe and comment if you enjoyed this video. Bye bye.